കഴിഞ്ഞ ദിവസം എൻ്റെ ഗാർഡനിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് നിറയെ സമ്മർ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോഗൻവില്ല, ചെമ്പരത്തി, ഐഡീനിയം പോലെയുള്ള പ്ലാന്റ്സ് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണോണ്ടാന്ന് തോന്നുന്നു നിറയെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ആയിരുന്നു കേട്ടോ. അതും നല്ല ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഗ്രീനായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ ഇത്തവണ ഉണ്ടായിരുന്നത്. ഇവിടെ പ്ലാന്റ്സ് മാത്രമല്ല, ഒരു ഗാർഡനിലേക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ വേണ്ടത് എല്ലാതും നമുക്ക് അത്യാവശ്യം നല്ലൊരു റീസണബിൾ റേറ്റിന് കിട്ടും കേട്ടോ അവിടെ. പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ നോർമൽ സോയിലൊന്നും കിട്ടില്ലല്ലോ. നമ്മളിതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നഴ്സറിയിൽ നിന്നൊക്കെ പാക്ഡ് ആയിട്ട് സോയിൽ കിട്ടും. അതിലാണ് ചെടികൾ വെക്കുക. അതിൽ തന്നെ ഫെർട്ടിലൈസേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരിക. പിന്നെ ചകിരിച്ചോറ് കുറച്ചധികം കൂടുതലായിട്ടുള്ള ഒരു തരം മണ്ണാണ്. അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മണ്ണിൽ ഒരു 6 മാസമൊക്കെ പ്ലാന്റ്സ് നന്നായിട്ട് വളരും. ആ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ ലൈഫ് കുറഞ്ഞു തുടങ്ങും. പിന്നെ ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും അതേപോലെ തന്നെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ മണ്ണിനൊരു ലൈഫ് നമുക്ക് കിട്ടും. കുറച്ചും കൂടിയൊക്കെ നാൾ പ്ലാന്റ്സ് അതിൽ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഫെർട്ടിലൈസർ പെല്ലറ്റ്സ് ആയിട്ടോ ഗ്രാന്യൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ ടോണിക് ആയിട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിതുപോലെ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും UAEയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ടോ നാട്ടിൽ നിന്ന്? ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സാണ് കൊണ്ടുവരാറുള്ളത്? ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിച്ചത്. പിന്നെ നമ്മൾ ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഗാർഡനിലേക്ക് കുറച്ച് ഷവൽസ് മേടിക്കണമായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഡീലിൽ തന്നെ എനിക്ക് ഷവൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഒരു പ്ലാന്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പ്ലാന്റ് ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിലൂടെ എന്നോട് പറയണം കേട്ടോ.